കോട്ടയം പനക്കപ്പാലത്ത് ദമ്പതികളെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുടപ്പുലം രാധാഭവനിൽ വിഷ്ണു, ഭാര്യ രശ്മി എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ മരണകാരണമായി പറയുന്നത്? ദുരൂഹത എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടർ അരുൺകുമാർ, ഇന്ന് രാവിലെയാണ് ഇവരെ ഈ മുറിയിൽ മരിച്ച നിലയിൽ, ഇവരുടെ കിടപ്പ് മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതായത് ഇവരുടെ അമ്മ, ഈ വിഷ്ണുവിന്റെ അമ്മ ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഫോണിൽ കിട്ടാതെ ഒന്നുകൂടെ അയൽവാസി വിവരം അറിയിക്കുകയായിരുന്നു. ഈ അയൽവാസി പരിശോധിക്കുമ്പോൾ വീട് പൂട്ടിക്കിടക്കുകയാണ്. തുടർന്നാണ് ഇവർ മറ്റുള്ളവരെ വിവരം അറിയിക്കുകയും പോലീസ് എത്തുകയും ഈ കിടപ്പ് മുറി ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. ഇത് ചവിട്ടിപ്പൊളിച്ച ഉള്ളിലേക്ക് അടക്കുമ്പോഴാണ് ഇരുവരും ഈ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുക. ഇവരുടെ രണ്ട് കൈകളിലും, അതായത് ഇരുവരുടെയും കൈകളിൽ സിറിഞ്ച് കുത്തിവെച്ച പോലെയുള്ള പാടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ആത്മഹത്യയാണെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. കാരണം മുറി ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്തുകൊണ്ടൊക്കെ തന്നെ ആത്മഹത്യയാണെന്നാണ് വിലയിരുത്തുന്നത്. ഈ വിവാഹം കഴിഞ്ഞിട്ട്, വിഷ്ണു രശ്മിയുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് കാലമായെങ്കിലും ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അതിന്റെ മനോവിഷമം ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതാണോ കാരണമെന്ന് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നത്. മറ്റു ദുരൂഹതകൾ ഈ ഘട്ടത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. അരുൺകുമാർ, ഓക്കെ, എന്തായാലും അത് ഒന്നാലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ആത്മഹത്യ ഒരു പ്രതിസന്ധിയുടെയും പ്രശ്നമേ അല്ല, അത് പ്രശ്നങ്ങളുടെ ഇരട്ടിപ്പിക്കലാണ് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ എത്ര മനോഹരമാണ്. അതങ്ങോട്ട് ജീവിച്ച് തീർക്കുക തന്നെ. പ്രതിസന്ധികളൊക്കെ വരും, അതിനെ നേരിടുമ്പോഴല്ലേ നേരത്തെ പറഞ്ഞതുപോലെ, APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, ഒന്നും നടക്കില്ല എന്ന് തോന്നുമ്പോൾ നടക്കാൻ ഇറങ്ങിയാൽ മതി, വഴി തെളിഞ്ഞു വന്നോളൂ.